കേരളത്തിന്റെ 14ാമത് മുഖ്യമന്ത്രിയെ ഇന്ന് ഉച്ചയോടെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഉച്ചയ്ക്ക് 1 മണിയോടെ ഇന്ദിരാഭവനിൽ ചേരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഈ നിർണായക പ്രഖ്യാപനം ഉണ്ടാവുക. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് 2 ഹൈക്കമാൻഡ് നിരീക്ഷകരും ഈ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തീരുമാനം മുദ്രവച്ച കവറിൽ എത്തിക്കുകയും യോഗത്തിൽ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുമ്പെങ്ങും കണ്ടില്ലാത്ത വിധം അത്രമേൽ രഹസ്യ സ്വഭാവത്തിലാണ് AICC നേതൃത്വം ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ തന്നെ മുഖ്യമന്ത്രി ആരാകും എന്ന കാര്യത്തിൽ മത്സരരംഗത്തുള്ള VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെ വിളിച്ച് രാഹുൽ ഗാന്ധി ഇതുവരെ തീരുമാനം പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആരെന്ന വിവരം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയോ ഘടകകക്ഷി നേതൃത്വങ്ങളെയോ ഇതുവരെ അറിയിച്ചിട്ടുമില്ല. എന്നാൽ ഇന്ന് രാവിലെ KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരുന്നു. രാഹുലിന്റെ വസതിയിൽ എത്തിയ KC വേണുഗോപാൽ ഏതാണ്ട് അരമണിക്കൂറിൽ അധികം സമയമെടുത്താണ് അവിടെ ആ കൂടിക്കാഴ്ച നടത്തിയത്. ഈ നിമിഷം വരെയും 3 ചേരികളും പ്രതീക്ഷയിൽ തന്നെ തുടരുകയാണ്. KC വേണുഗോപാൽ തന്നെ ഇത്തവണ മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് പറയുന്നു. കൂടുതൽ MLA-മാരുടെ പിന്തുണയിലാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ ഈ ആത്മവിശ്വാസം. അതേസമയം അവസാനവട്ട ചർച്ചകൾ തുണച്ചെന്ന പ്രതീക്ഷയിലാണ് VD സതീശൻ പക്ഷം. ഘടകകക്ഷികളുടെ പിന്തുണയും ജനവികാരവുമാണ് VD സതീശൻ ചേരിയുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ. മുസ്ലിം ലീഗാണ് സതീശന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത്. എന്നാൽ സമവായത്തിലൂടെ കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി മാറുമെന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ പ്രതീക്ഷ. സോണിയാഗാന്ധി അനുകൂല തീരുമാനമെടുക്കുമെന്നും അവർ കരുതുന്നു. വേണുഗോപാലിനെയും സതീശനെയും പിണക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം സീനിയർ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തുകൊണ്ട് എല്ലാ ഗ്രൂപ്പുകളെയും തൃപ്തിപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുമെന്നാണ് ചെന്നിത്തല ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനുള്ള യാത്രയിലാണ്. 1 മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ യോഗം നീട്ടിവെക്കാനും സാധ്യതകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തീരുമാനം അടങ്ങിയ കത്തുമായി ദീപാദാസ് മുൻഷി ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തും. കൂടെ KC വേണുഗോപാലും ഉണ്ടായിരിക്കും. ടിക്കറ്റ് ഇതുവരെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് ചാർട്ടേഡ് വിമാനത്തിലാകും ഇവരുടെ യാത്രയെന്ന് പറയുന്നു. ഇവർ എത്തിയ ശേഷമാകും 10 ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച 3 പ്രധാന നേതാക്കളെയും തള്ളിക്കൊണ്ട് മറ്റൊരു നേതാവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്ന രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ ഈ 3 പേരെയും കേന്ദ്രം എങ്ങനെയായിരിക്കും കോംപ്രമൈസ് ചെയ്യിക്കുക എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. മറ്റൊരു പക്ഷം പറയുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നാണ്.